ഈ 2017 മുതൽ ബീക്കൺ ലൈറ്റുകളുടെ ഉപയോഗം സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ഉണ്ട്. അതിനു മുമ്പ് യഥേഷ്ടം ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കുന്നു. സുപ്രീം കോടതി അടക്കം അതിനെ ശരിവെച്ച പശ്ചാത്തലമുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോഴും ഇത്തരത്തിൽ ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിൽ സഞ്ചരിക്കുന്നു. KSEBിക്ക് ബീക്കൺ ലൈറ്റുകൾ വെച്ച വാഹനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുമ്പം ഒരു സമൂഹത്തിലൊരു വലിയ പത്രമല്ലോ. ലൈറ്റ് ചെല്ലുമ്പോഴത്തെ ആളുകൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളത് വണ്ടികളിൽ അതിന് പ്രത്യേക കളർ കൂടിയുണ്ട്. പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇത്രയും പേർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പെറ്റീഷൻ കമ്മിറ്റി ഈ പറഞ്ഞതുപോലെ 2 പ്രാവശ്യം പെറ്റീഷൻ കമ്മിറ്റി ഇക്കാര്യത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും സർക്കാർ അതനുസരിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെയൊക്കെ വാഹനങ്ങൾക്ക് സത്യത്തിൽ ചുമന്ന ബോർഡ് പോലും വെക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഒക്കെ ഈ വയ്ക്കുന്നത് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അപ്പൊ അതിനവര് പറയുന്നത് ഞങ്ങൾക്ക് ടോളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ടോൾ ഒഴിവാക്കാനൊന്നും വേണ്ടിയിട്ടല്ല. പലയിടത്തും ഒരു സംസ്ഥാന വണ്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വണ്ടി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആ ചുമന്ന ബോർഡ് വെച്ചുണ്ടാകുമ്പോൾ ചെല്ലുന്ന ഒരു പരിഗണന ഈ പറയുന്നത് പോലെ നീല ബോർഡ് വെച്ച് ചെല്ലുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ തങ്ങൾ എന്തോ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ താൻ വലിയ പദവി വഹിക്കുന്ന ആളാണെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇവരെക്കാൾ താഴ്ന്ന പ്രോട്ടോകോളിൽ താഴ്ന്ന AMVമാരും MPമാർക്കും ഒക്കെ വണ്ടി കൈ കാണിച്ച് നിർത്തി ഈ വാഹനത്തിന് പെറ്റിയടിക്കാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർക്കും ചെയ്യാം. ഇന്നിപ്പോലെ ക്യാമറ എടുത്തിട്ട് ഈ ക്യാമറ വെച്ചിട്ട് ഇവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആകാതെ ഈ കൺസേൺഡ് ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ ഫണ്ടിൽ നിന്ന് തന്നെ ഈ പണം പെനാൽറ്റി ആയിട്ട് അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രവണത ഇല്ലാതെയാകും. പക്ഷേ അതിനൊക്കെ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകുമോ? പിന്നീട് അത് ഈ ഇത്തരം ആളുകളൊക്കെ ഒരുപക്ഷെ ഭരണ സ്വാധീനം ഉള്ളവർ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ട്രാൻസ്ഫർ പോലെയുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരികയോ മറ്റ് നടപടികളൊക്കെ അതൊന്നും ഔദ്യോഗികമായിരിക്കില്ലല്ലോ. അതിനൊക്കെ മറുപടികൾ ഉണ്ടാകാം. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ പലപ്പോഴും നടക്കുന്നത് ഇതൊക്കെയല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസത്തോടുകൂടി എല്ലാ ആളുകൾക്കും ഇതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഓവർ സ്പീഡ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ രഹസ്യമായിട്ട്, അതായത് ഫോട്ടോ എടുത്തിട്ട് അയക്കുകയും അതൊരു ആപ്പ് അതിനു വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു പ്രത്യേക താല്പര്യമെടുത്ത് അത് ഈ മാസം തന്നെ അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി മോട്ടോർ ഉദ്യോഗസ്ഥന്മാരോ പോലീസോ നടപടി എടുത്തില്ലെങ്കിൽ പോലും ഈ ആളുകൾക്ക്, പൊതുജനത്തിന് ഇത് എടുത്തിട്ട് അയച്ചു കൊടുക്കാം. അതിന് വേറൊരു സെക്ഷനാണ്. ആ സെക്ഷനിൽ നിന്ന് അപ്പോൾ തന്നെ അതിന് നടപടി ഉണ്ടാകുമെന്നാണ് പ്രധാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ സംസാരിച്ചത്. അത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിലൊക്കെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചൂട് സമയത്ത് കൊടും ചൂടാണ്. അങ്ങനെയുള്ള സമയത്ത് പോലും ഈ കമ്പനി നിർമ്മിതമല്ലാത്ത ഗ്ലാസുകൾ, സൺഗ്ലാസിന് അല്ലെങ്കിൽ സൺഷെയ്ഡ് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കർട്ടനുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വാഹനത്തിലുണ്ട്. അവർക്ക് വെയിലേൽക്കാതെയാണ് എങ്കിൽ പോലും അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കണ്ടാൽ പോലും പെറ്റിയടിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെയാണ് പല ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ വളരെ വിശാലമായ കർട്ടൻ തന്നെ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് അടച്ചുമൂടി പോകുന്നത്. അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ബീക്കൺ ലൈറ്റുകളെ എങ്ങനെ ചോദ്യം ചെയ്യാനാണ് എന്ന സംശയം ഉയരുമല്ലോ. അല്ല, അത് നമ്മുടെ ഭീകര പ്രവർത്തകരൊക്കെ അവരുടെ മുഖം ഐഡന്റിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ കടുപ്പമുള്ള പേപ്പറുകൾ ഒട്ടിച്ച് അല്ലെങ്കിൽ കർട്ടനിട്ട് മറച്ചു പോകുന്നത് കൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു കർശന നിർദ്ദേശം വരികയും അത് പണം മുടക്കി അങ്ങനത്തെ പേപ്പറുകൾ ഒട്ടിച്ച പൊതുജനത്തിന്റെ മുഴുവൻ ഇത് കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളയാൻ ഓർഡർ കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ പക്ഷേ വലിയ കർട്ടനും ഇട്ട് അവരുടെ ക്ലാസ് മാറ്റാതെയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ ആ നിയമത്തോടുള്ള വലിയൊരു അവഗണനയാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട്
ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കർശനമായ നടപടികൾ ഈ പറഞ്ഞതുപോലെ പുതിയ ആപ്പ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആരാ എടുത്തത്, ആരാ നടപടി എടുത്തതെന്ന് പോലും അറിയില്ല. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ബീക്കൺ ലൈറ്റ് വെച്ചുകൊണ്ടുള്ള യാത്ര ഉടൻ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും എന്ന് നമുക്ക് കരുതാം. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരെക്കാൾ വളരെ താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാര് നടപടിയെടുക്കാൻ വളരെ വിമുഖത കാണിക്കും. അല്ലാതെയൊക്കെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഒരു DGP പറയുകയുണ്ടായി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് നിയമം വളരെ കർശനമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ആ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോ ഇവര് കൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചു. ആ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നുള്ളത് പിന്നീട് ഇവർക്ക് മനസ്സിലായി ഇത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയാണെന്ന്. അപ്പോൾ ഒരു ക്ഷമ പറഞ്ഞ് എങ്ങനെയെങ്കിലും തടി ഊരി പോരാനായിട്ട് ഇവര് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഹേമേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിനകത്ത് എഴുതിയിരിക്കുന്നത്, മുൻ DGP. മുഖ്യമന്ത്രിയെ ചെന്ന് കാണാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ ചെന്ന് കണ്ട് സംസാരിക്കാനായിട്ട് ചെന്നപ്പോ അവിടെ ചെന്നപ്പം മുഖ്യമന്ത്രി തന്നെ അവിടെയുണ്ട്. അപ്പൊ ഇന്ദിരെ കണ്ടുകൊണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു. നോ, അത് നിയമം ആരാണെങ്കിലും, മുഖ്യമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാര്യയാണെങ്കിലും നിയമം അനുവദിക്കണം. അതിന്റെ പെനാൽറ്റി എത്രയാണെന്ന് പറയാനുള്ള വലിയൊരു മനസ്സ് അന്തരിച്ച ഉമ്മൻചാണ്ടി കാണിച്ചു. പക്ഷെ പക്ഷേ നമുക്ക് അങ്ങനെ അതാണ് സംശയം. അതുപോലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും കാണേണ്ടതില്ല, എല്ലാ ഭരണകൂട സംവിധാനങ്ങളെയും വിലയിരുത്തേണ്ടതില്ല. പലപ്പോഴും അതിന് വ്യത്യസ്തമായ തരത്തിൽ ആണ് കേരളത്തിന്റെ അനുഭവം. അല്ല, നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അവിടുത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മകളെ പെനാൽറ്റി അടിച്ചു, ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ഓവർ സ്പീഡിന് പോയതിന് പെനാൽറ്റി അടിച്ചെന്നൊക്കെ വായിക്കുമ്പം ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണോ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കാത്തതുള്ളൂ. നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ് എന്ന് അത് നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന അംഗങ്ങൾ അവരാണ് ആദ്യം കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ മാതൃക കാണിക്കേണ്ടവർ തന്നെയാണ് അത് ലംഘിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ശ്രീ ഡിജോ കാപ്പൻ. ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ